ഫിസിക്കൽ അബ്യൂസ് പലപ്പോഴും റിലേറ്റീവ്സിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന കുട്ടികളുണ്ട്. ഇവർ പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിലും പിന്നീട് ട്രസ്റ്റ് ചെയ്യാതെ വരും. ഇപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോൾ ഇവന് ഭ്രാന്താണ് അങ്ങനെ ചോദിച്ചിരുന്ന ആളുകളുണ്ട്. സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? ചെറിയൊരു വിഷമം വന്നാലും കുട്ടികളൊക്കെ സാധാരണ പറയുന്നത് ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ഡിപ്രഷൻ എന്ന് പറയുന്നതും ഡെസ്പറേഷനും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സ് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. എന്താണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത്? കിടക്കയിൽ കിടക്കുകയാണ്, എഴുന്നേറ്റ് പല്ല് തേക്കണമെങ്കിൽ പോലും ഒരാൾ വന്ന് പറയേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അത് ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്ന എല്ലാ മനുഷ്യരിലും ഒരു അഡൽട്ടിൽ ഇപ്പോൾ ഒരു ഡിസോർഡർ കാണുകയാണെങ്കിൽ നമ്മളെപ്പോഴും എടുക്കുന്നത് ഹിസ്റ്ററി എടുക്കുന്ന ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ചെറിയ പ്രായത്തിൽ എങ്ങനെയായിരുന്നു വളർന്നത്, സാഹചര്യം എന്തായിരുന്നു. നമസ്തേ. കീ ഓഫ് എ ഹെൽത്തി ലൈഫ് ഇസ് ഹാവിങ് എ ഹെൽത്തി മൈൻഡ്. അതെ, ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് അല്ലെങ്കിൽ ഒരു ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യമുള്ള സന്തോഷമുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളത്. എന്നാൽ ഇന്ന് നമ്മളിൽ എത്ര പേർക്ക് അത് ഉണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. എങ്ങനെ നമ്മുടെ മാനസിക ആരോഗ്യത്തെ സംരക്ഷിക്കാം, എന്തൊക്കെയാണ് നമ്മൾ അതിനു വേണ്ടി ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ലൈഫ് സ്കിൽസ് ട്രെയിനറും ഡി അഡിക്ഷൻ കൗൺസിലറും കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റുമായ മിസ്സസ് രേവതി VS ആണ്. നമസ്തേ. ഇപ്പോൾ നമുക്കറിയാം, പണ്ട് കാലത്ത് നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുക എന്ന് പറയുമ്പോൾ ഇവന് ഭ്രാന്താണ് അങ്ങനെ ചോദിച്ചിരുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ സ്വയമേവ നമുക്കൊരു കുറച്ച് ആങ്സൈറ്റി തോന്നി തുടങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് സ്വയം തോന്നുകയാണ് നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുകയാണെന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ സ്വയം അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരാണെങ്കിലും നമുക്കൊപ്പം നിൽക്കുന്ന ഒരു ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോട്ട് ഒരുപാട് പേരിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാനും അതിന് ചികിത്സ നൽകാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒത്തിരി എനിക്ക് തോന്നുന്നു സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ ഉള്ള ബോധവൽക്കരണം, കമ്മ്യൂണിറ്റി തലത്തിലുള്ള ബോധവൽക്കരണം, ഇതൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ടുണ്ട് ഇതിനൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തെറാപ്പി ഒക്കെ അവൈലബിൾ ആണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ കുറച്ചൊക്കെ അറിയാം. അപ്പോൾ അറിയാവുന്നവർ പിന്നീട് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം കാര്യങ്ങളും വരുന്നു, ആ ഒരു വിഷമം കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തിക്ക് ഉണ്ട് എന്ന് കാണുമ്പോഴത്തേക്കും പലരും സജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു കൗൺസിലറിനെ കാണണം, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി ഇപ്പോൾ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞാൽ ഒരു സ്റ്റിഗ്മയുടെ കാരണം കൊണ്ട് അവർ ഇറങ്ങി ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു ഓപ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഇപ്പോൾ ഒരുപാട് കൂടുതലുമാണ്. എവിടെ നോക്കിയാലും മെൻ്റൽ ഹെൽത്ത് സെൻറ്റേഴ്സിൻ്റെയും സൈക്കോളജിസ്റ്റുകളുടെയും ഒക്കെ ഗൂഗിളിലൊക്കെ നോക്കിയിരുന്നാലും ഇഷ്ടം പോലെ ക്ലിനിക്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിനും പണ്ടൊക്കെ ആണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഒതുങ്ങിയിരുന്നൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് പ്രത്യേകം അതായത് ഇപ്പോൾ ഫാമിലി കൗൺസിലിങ്ങിനാണെങ്കിൽ പ്രത്യേകം ഫാമിലി കൗൺസിലർ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ചൈൽഡ് കൗൺസിലർ ആണെങ്കിൽ അങ്ങനെ, റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ആണെങ്കിലും എല്ലാത്തിനും പ്രത്യേകം ആൾക്കാർ ഇതിനായിട്ട് ഉണ്ട്. തെറാപ്പിസ്റ്റുകളുണ്ട്, പല തെറാപ്പികൾ ഇപ്പോൾ അപ്ലൈ ചെയ്ത് വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് രീതികൾ തന്നെ ഒത്തിരി മാറിയിട്ടൊക്കെ ഉണ്ട്. അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ഒരു പോക്കാണ് ഇപ്പോൾ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് എത്രത്തോളം പേര് അതിനെ സ്വീകരിക്കുന്നുണ്ടെന്നുള്ളതും അതിലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫിന് ഒരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സ് അത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. എന്താണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള മനസ്സ് എന്ന് പറയുന്നത്? ഹെൽത്തി ആയിട്ടുള്ള മനസ്സെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തികൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുക, അതിലൊരു ആലോചനയോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റായിക വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കുക, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്ത് പോകാം. ഇമോഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ദേഷ്യം, സങ്കടം, സന്തോഷം, ഇതെല്ലാം മാറി മാറി വരും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ്. അതൊന്നും ഉണ്ടാകാതിരിക്കേണ്ടതല്ല. ഇപ്പോൾ ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ ദേഷ്യം കാണിക്കരുത് അല്ലെങ്കിൽ പാടില്ല എന്നുള്ളതല്ല. ദേഷ്യം വരണം, പക്ഷെ അതെങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ്. അതൊരു എന്താ പറയുക, അധികരിച്ചു പോകാതെ അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക എന്നൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ എന്താ പറയുക, ഹെൽത്തി മൈൻഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം വളരെ നോർമലായിട്ട് ചെയ്യാനായിട്ട് പറ്റണം. എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ
നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും ചെറുതായിട്ടൊരു ഡീവിയേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പക്ഷേ ചില സമയത്ത് എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞ് നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മളതിന് ചെയ്യാൻ മടിക്കുന്നു, അല്ലെങ്കിൽ തോന്നുന്നേ ഇല്ല എന്നുള്ളൊരവസ്ഥ, അതല്ലെങ്കിൽ ഉത്കണ്ഠ കാര്യങ്ങളോ വന്ന് ഒരു പരീക്ഷയ്ക്ക് പോവാണ്, ആ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് സാധാരണഗതിയിൽ ഉത്കണ്ഠ വേണം എങ്കിലേ നമ്മൾ പഠിക്കത്തുള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എഴുതാൻ പറ്റാതെ വരിക, വിറയ്ക്കുക, വേർക്കുക, ഇങ്ങനത്തെ ഉള്ള അവസ്ഥയൊക്കെ വരുമ്പോഴത്തേക്കുമാണ് അതൊരു പ്രശ്നമായിട്ട് വരും. അതൊരു മാനസികാരോഗ്യത്തിന് ഹെൽത്തി അല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ വരുന്നത്. പക്ഷെ ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇതൊക്കെ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഈ ഡിപ്രഷനെ കുറിച്ചൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പേര് സംസാരിക്കുന്നത് കാണാനൊക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടെങ്കിലും ലൈഫിൽ എവിടെയെങ്കിലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ എനിക്ക് ഡിപ്രഷനാണ്, അത് ചിന്തിച്ച് ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരുപാട് പേരെ നമുക്കിടയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ഓക്കെ അല്ല എന്നുള്ളൊരു തോട്ട് വരുമ്പോഴേക്കും സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള രീതികളിലേക്കും മരുന്നുകൾ കഴിക്കാനൊക്കെ തയ്യാറാകുന്ന ആളുകൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് എങ്ങനെയാണ്? യൂഷ്വലി ഈ ഡിപ്രഷനെ തന്നെ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചിട്ടാണ് ഉള്ളത്. കാരണം പലരും ഈ പറഞ്ഞ പോലെ ചെറിയൊരു വിഷമം വന്നാലും കുട്ടികളൊക്കെ സാധാരണ പറയുന്നത് ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ഡിപ്രഷൻ എന്ന് പറയുന്നതും ഡെസ്പറേഷനും തമ്മിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. സാധാരണ ഒരു ഡെസ്പറേഷനാണ് കുട്ടികൾ ഈ പറയുന്ന ഡിപ്രഷനിലോട്ടാക്കുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക മൂഡ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക്ലെസ് ആയിട്ട് ഫീൽ ചെയ്യുക, ഞാൻ ലൈഫിൽ ഒന്നുമല്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒന്നുമില്ല, എനിക്ക് ഒരു നേട്ടവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥം എന്നൊക്കെ തോന്നുന്ന ഒരു സ്റ്റേറ്റ്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ 2 ആഴ്ചയിൽ കൂടുതൽ, അല്ലെങ്കിൽ അത് പിന്നീട് മാസത്തിൽ ഒരിക്കൽ, മാസത്തിൽ ഒരു മാസത്തിലധികമായിട്ട് വരുന്നു, 6 മാസത്തിലധികമായിട്ട് വരുന്നു, അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പീരീഡിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് അതൊരു ഡിപ്രഷൻ്റെ സിംറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഡിപ്രഷൻ തന്നെ പല രീതിയിൽ പല തരത്തിലാണ്. ഇപ്പോൾ സീസണൽ ഡിപ്രഷൻ ഉണ്ട്, മഴ വരുമ്പോഴോ അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഡിപ്രഷൻ്റെ ഒരു തോന്നാം. പക്ഷെ നമ്മൾ ഇതിനെല്ലാം ഡിപ്രഷൻ എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന സിംറ്റംസ് കുറച്ച് നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം, അതൊന്ന്. പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, മീൻസ് നമുക്ക് അറിയാം, കാര്യങ്ങൾ അറിയാം, നമുക്ക് ഇന്നത് ചെയ്താൽ മതി, ഇത് ശരിയാകും എന്നറിയാമെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റാതെ വരിക, വേറൊരാളുടെ എന്താ പറയുക പിന്തുണ ഇല്ലാണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റുക, ഒരാളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം, എഴുന്നേറ്റ് ഇപ്പോൾ കിടക്കയിൽ കിടക്കുകയാണ്, എഴുന്നേറ്റ് പല്ല് തേക്കണമെങ്കിൽ പോലും ഒരാൾ വന്ന് പറയേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത് ഇന്ന് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. അങ്ങനത്തെ രീതിയിൽ എന്താ പറയുക ഒരേ കണക്കിന് ആയി പോകുന്ന ഒരവസ്ഥയാണ് ഈ ഡിപ്രഷൻ. ഒരു സിംറ്റംസ് ഓഫ് അൺസ്റ്റേബിൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ലേസിനെസ് പോലെയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ലേസിനെസ് എന്ന് പറയുന്നത് ഡിപ്രഷനിൽ ലേസിനെസ് അല്ല വരിക, ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു വർക്ക്ലെസ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് വരുന്നത്. ഞാനിതൊക്കെ ചെയ്തിട്ടിപ്പോൾ എന്തിന്, ഇത് ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള സമയത്താണ് സൂയിസൈഡൽ തോട്ട്സും സൂയിസൈഡൽ അറ്റംപ്റ്റ്സും ഒക്കെ വരുന്നത് പോലും അപ്പോഴൊക്കെയാണ്. അതായത് ഞാനെന്നൊരു വ്യക്തിക്ക് ഇവിടെ വലിയ റോളൊന്നും ഇല്ല എന്ന് തോന്നുന്നിടത്താണ്. പക്ഷേ ഈ ഡിപ്രഷൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റ് ഡിസോർഡേഴ്സിനെ പോലെ പെട്ടെന്ന് നമുക്കത് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. പുറമേ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളും ഉള്ളിൽ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കാം. കാരണം അയാൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ആ ഒരു ഇമേജ് എന്താ പറയുക പോസിറ്റീവ് ചെയ്യാനായിരിക്കും അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരും. പക്ഷേ വീട്ടിൽ കയറുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അയാളുടെ മാത്രമുള്ളൊരു സ്പേസിലേക്ക് ഒതുങ്ങുമ്പോൾ അയാൾ ഡിപ്രഷൻ മോഡിലോട്ട് പോകുന്നു. അവിടെ ആരും തുറന്ന് സംസാരിക്കാനില്ല, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നത്തിന് ആരും പരിഹാരം കാണാനില്ല എന്നുള്ളൊരു തോന്നലാണ് ഈ പറയുന്നത് സൂയിസൈഡൽ തോട്ട്സും കാര്യങ്ങളൊക്കെ അന്നേരം വരുന്നത്. അതേസമയം നല്ലൊരു ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ, അത് നല്ല ഒരു ഫ്രണ്ട് സർക്കിളായിരിക്കണം, പലപ്പോഴും ആൾക്കാർ പെട്ടെന്ന് തിരിച്ചറിയുകയും അവർ എന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് എന്തോ സംതിങ് പ്രശ്നമുണ്ട്, അപ്പം നീ എവിടെയെങ്കിലും ഒന്ന് കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയുന്നിടത്താണ് ആൾ അതിന് വില്ലിങ് ആയാൽ, ഇൻസൈറ്റ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ മാത്രം ആൾ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാൻ തയ്യാറായാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം വരുന്നുള്ളൂ. അതായത് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് അയാൾക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ പലപ്പോഴും ഈ പറഞ്ഞ പോലെ കൂട്ടുകാർ നിർബന്ധിച്ചിരുന്നാലും വീട്ടുകാർ നിർബന്ധിച്ചാലും പോകാൻ പറ്റാറില്ല. കാരണം ഇൻസൈറ്റ് ഉണ്ടാകണമെന്നില്ല ആ പേഷ്യൻ്റ്. അപ്പോൾ ഇനി ഇതുകൊണ്ട് പ്രയോജനമുണ്ട്, ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു ഒറ്റ ഒരു ഇതിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ
എല്ലാവരും ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഗൂഗിളിൽ തന്നെ ഡിപ്രഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ പൊതുവെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഡിപ്രഷൻ അതല്ലെങ്കിൽ ഇത്തരത്തിൽ മെൻ്റലി അൺസ്റ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡിസോർഡേഴ്സ് ഉള്ള ഒരാളാണെങ്കിൽ മിണ്ടാതെയായി പോകും, അല്ലെങ്കിൽ സൈലൻ്റ് ആയി അവർ ഭയങ്കരമായിട്ട് ഒതുങ്ങി പോകും. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഭയങ്കരമായിട്ട് ഹൈപ്പറായി പോകുന്ന ആളുകളില്ലേ, അപ്പോൾ അവരും ശ്രദ്ധിക്കേണ്ടതില്ലേ? അതെ, ബൈപ്പോളാർ ഡിസോർഡേഴ്സ് വരുമ്പോഴത്തേക്കും അവിടെ വരുന്ന 2 എക്സ്ട്രീമാണ്. ഇത് ഒരു സമയത്ത് അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ നാൾ ഡിപ്രഷൻ ഫേസും കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറേ നാൾ മാനിയ ഫേസിലേക്കും പോകാറുണ്ട്. അത് ഈ പറഞ്ഞ ഡിപ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഡള്ളായിട്ട് വേറെ ഒന്നും ചെയ്യാൻ തോന്നാത്ത രീതിയിൽ പ്രൊഡക്റ്റീവായിട്ടൊരു കാര്യം ചെയ്യാതിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ, മാനിയ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ആ സമയത്ത് ഭയങ്കര ആക്റ്റീവായിരിക്കും, ഓടി നടന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. പക്ഷേ ആ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ഒരു പൊരുത്തമോ അല്ലെങ്കിൽ ഒരു പൂർണ്ണതയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പക്ഷേ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും, ഒത്തിരി സംസാരിക്കുക, അങ്ങനെയുള്ള ഒരു ഫേസിലോട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ അത് ചിലപ്പോൾ ആ സമയത്ത് ഉള്ളൊരു പ്രത്യേകതയാണ് ഈ പറഞ്ഞ പോലെ ഹൈപ്പർ സെക്ഷുവാലിറ്റി ഒക്കെ ആ ടൈമിലാണ് വരുന്നത്. പക്ഷെ അത് അവരുടെ പാർട്ട്ണറിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ ബൈപ്പോളാറിലും വരാം, അല്ലാതെ തന്നെ മാനിയ എന്ന് പറയുന്നത് സ്കിസോഫ്രീനിയ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കയറി വരാറുണ്ട്. പലതിലും ഇതിങ്ങനെ എന്താ പറയുക മിക്സ്ഡ് ആയിട്ടൊക്കെ കാണാറുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ഏറ്റവും ആദ്യം സംസാരിക്കപ്പെടേണ്ടത് കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുഞ്ഞുനാളിൽ നമുക്ക് ഉണ്ടാകുന്ന ട്രോമകൾ നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ നിൽക്കും എന്നാണ് പറയാറുള്ളത്. കാരണം ചിലപ്പോൾ ചെറിയ കാലത്ത് നമ്മൾ ഏതെങ്കിലും ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മളെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടതായിരിക്കാം. അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് ആ കുഞ്ഞു വളരുന്നതിനൊപ്പം തന്നെ ആ ഇൻസെക്യൂരിറ്റിയും വളർന്ന് പിന്നെ അത് വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളായി മാറാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? വളരെയധികം എന്താ പറയുക ഇപ്പോൾ കണ്ടുവരുന്നൊരു സംഭവം തന്നെയാണ്. കുട്ടികളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസാണ് എപ്പോഴും ഒരു എന്താ വലിയൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയാൻ നമുക്ക്. എല്ലാ മനുഷ്യരിലും ഒരു അഡൾട്ടിൽ ഇപ്പോൾ ഒരു ഡിസോർഡർ കാണുകയാണെങ്കിൽ നമ്മളെപ്പോഴും എടുക്കുന്നത് ഹിസ്റ്ററി എടുക്കുമ്പോൾ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുക. ചെറിയ പ്രായത്തിൽ എങ്ങനെയായിരുന്നു വളർന്നത്, സാഹചര്യം എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ എത്രത്തോളം ഈ പറയുന്ന എന്താ പറയുക മാനസികാരോഗ്യം പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷൻസ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം മോസ്റ്റ്ലി കണ്ടുവരുന്ന ചൈൽഡ്ഹുഡ് ട്രോമാസ് വരുന്നത് ഈ അബ്യൂസസ് ആണെങ്കിലും നെഗ്ലക്റ്റ് ആണെങ്കിലും ഹരാസ്മെൻ്റ് ആണെങ്കിലും ഇപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ റോങ് പാരൻറ്റിങ് ആണെങ്കിലും ചിലപ്പോൾ വളരെ അധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഒരു സാമീപ്യം ചിലപ്പം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർ അറ്റാച്ച്മെൻറ്റ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയുന്നില്ല. പലപ്പോഴും നമുക്ക് ഈ സൈക്കോളജി തന്നെ നമ്മൾ പഠിക്കുന്നത് തന്നെ സോഷ്യൽ സ്റ്റേജസ് എന്ന് പറഞ്ഞ് പഠിക്കുമ്പോഴത്തേക്കും കുട്ടികളിൽ ഫസ്റ്റ് വരുന്നത് ഡെവലപ്പ് ആവുന്ന ഒരു സംഭവം ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഈ ഒരു കുട്ടിക്ക് എല്ലാവരിലും ഉള്ള വിശ്വാസം ഉണ്ടായി വരുന്നത് ജനിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അമ്മയിൽ നിന്ന് തുടങ്ങുന്നതാണത്. അമ്മയെ വിശ്വസിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ പിന്നീട് ആരെയാണെങ്കിലും വിശ്വസിക്കാനും എന്തിനാണെങ്കിലും വിശ്വസിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നൊക്കെ ഉള്ള നെഗ്ലക്റ്റോ കാര്യങ്ങളോ ചെറുതിലെ തന്നെ അനുഭവിക്കേണ്ടി വരുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് പിന്നെ ആരെയും വിശ്വാസമില്ലാതെ ആകുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒറ്റപ്പെടലും ഇപ്പം അമ്മയോ അച്ഛനോ ഒക്കെ ദൂരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, അമ്മമ്മയുടെ അപ്പൂപ്പൻ്റെ അടുത്തൊക്കെ ആക്കിയിട്ട് പോകുന്നവരുണ്ടാവും. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ ചെറിയ പ്രായത്തിലുള്ള കളിയാക്കലുകൾ വളരെ എന്താ പറയുക നിരുപദ്രവം എന്ന് വിചാരിച്ച് കളിയാക്കുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫ് ലോങ് അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഒക്കെ ലോവർ ചെയ്യാനായിട്ട് ആ കളിയാക്കലുകൾ ഭയങ്കരമായിട്ട് കാരണമായി മാറാറുണ്ട്. പിന്നെ ചൈൽഡ്ഹുഡ് ട്രോമാസിൽ വരുന്നത് അബ്യൂസസ് ആണ്. ഫിസിക്കൽ അബ്യൂസ് പലപ്പോഴും റിലേറ്റീവ്സിൽ നിന്ന് തന്നെ നേരിടേണ്ടി വരുന്ന കുട്ടികളുണ്ട്. ഇവർ പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിലും പിന്നീട് ട്രസ്റ്റ് ചെയ്യാതെ വരും. അവരുടെ വളർച്ചയിൽ ഒരു ചെറുപ്പകാലമൊക്കെ ആകുമ്പോൾ അവർ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിൽ പോകുന്നത് പോലും ചിലപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടാവാം, ട്രോമയുടെ എഫക്റ്റ് ആവാം. അങ്ങനെ ഒത്തിരി ക്ലയൻസ് ഒക്കെ വരാറുണ്ട്. മിക്കവാറും BPD പോലെയുള്ളതൊക്കെ കാണുമ്പോഴത്തേക്കും അവരിലൊക്കെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററി എടുക്കുമ്പോഴത്തേക്കും അബ്യൂസസ് ആണ് കൂടുതലും കാണുന്നത്. കാരണം അന്നേരം അത് ഇൻ കേസ് ഇപ്പോൾ അബ്യൂസ് ഉണ്ടായി, അത് വീട്ടിൽ അറിയിച്ചു, പക്ഷെ വീട്ടുകാർ പല കാരണങ്ങൾ കൊണ്ടത് മറച്ചു വയ്ക്കുമ്പോഴത്തേക്കും കുട്ടിക്ക് അവിടെ എനിക്ക് നീതി കിട്ടിയില്ല എന്നുള്ളൊരു തോന്നൽ അവിടെ കിടക്കും. അപ്പോൾ പിന്നീട് എത്ര കാലം കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഒരു കാര്യത്തിലും എന്താണ് എനിക്ക് ജസ്റ്റിസ് കിട്ടത്തില്ല എന്നുള്ളൊരു ഫീലിംഗ് അവിടെ
ഓൾറെഡി വന്നു പോകും. ഇപ്പൊ നമ്മൾ ഈ അബ്യൂസിനെ കുറിച്ച് പറയുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ വീട്ടിൽ നിന്നുള്ള റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിലും ഇപ്പോൾ മെന്റലി ഏതെങ്കിലും തരത്തിലുള്ള ഹറാസ്മെന്റ് ആണെങ്കിലും നമ്മൾ നേരിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അവരുടെ സ്വഭാവം അങ്ങനെയായി മാറാനുള്ള സാധ്യതകളുണ്ടോ? ചിലപ്പോൾ അതിന് ഡിപ്പെൻസ് ആണ്, ഓരോ കുട്ടികളെ ആശ്രയിച്ചിരിക്കും. ചില കുട്ടികൾ ഈ പറയുന്ന ട്രോമ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് അവരെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടാണ് എഫക്റ്റ് ചെയ്തിരിക്കുന്നത്. അതല്ലെങ്കിൽ അതിലൊരു പെയിനോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ അവരതിൽ സഫർ ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു പേടിയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതേസമയം എന്തെന്നറിയാത്തൊരു പ്രായത്തിൽ ഈ പറഞ്ഞ പ്ലഷർ ഇതാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അവർ പിന്നെയും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക പോകുന്നൊരവസ്ഥ ഉണ്ടാവും. മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് മാറുകയും അത്തരം വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ചെന്ന് ചാടുന്ന ഒരു പ്രവണതയും കാണാറുണ്ട്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു അതിൽ നിന്ന് കിട്ടിയൊരു പ്ലഷറിൻ്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥയും കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കേസസും വരാറുണ്ട്.